നമസ്കാരം. വടക്കേ മലബാറിലെ പ്രാചീന സംസ്കൃതിയുടെ ശേഷിപ്പുകൾ പേറുന്ന തീയ സമുദായത്തിൻ്റെ മഹാസമ്മേളനം നടന്നു. പ്രാചീനമായ ആ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി തീയ സമുദായത്തിലെ വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങളും ചരിത്രപരമായ ആചാരങ്ങളുമൊക്കെ തന്നെ മഹാസമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അനേകായിരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ദിവ്യരം കുലപൂർവികരാൽ സമ്പന്നവും ആദിദിവ്യൻ വയനാട്ടുകുലവന്റെയും മകുടമുടിയായ ശ്രീ മുത്തപ്പന്റെയും കുടകുമല വീരേതിഹാസം സൃഷ്ടിച്ച കതിവനൂർ വീരന്റെയും എരിവേശി കേന്ദ്രമാക്കി കുടകുമല മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയും ഓരപ്പുഴ മുതൽ കടലോട് കണ്ണപുരം വരെ ഭരിച്ച മന്നനാർ രാജവംശത്തിന്റെയും വംശ പരമ്പരയാണ് തീയർ. പ്രൗഢമായ സാംസ്കാരിക പാരമ്പര്യമുള്ള എട്ടില്ലം കരുമനയുടെയും കടത്തനാടൻ മണ്ണിൽ വീരചരിതമെഴുതിയ ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ചേകവരുടെയും പിൻതലമുറക്കാർ. ആയോധനകലയിലും വൈദ്യത്തിലും സംസ്കൃത പാണ്ഡിത്യത്തിലും പ്രാഗൽഭ്യം തെളിയിച്ച സമുദായമാണ് തീയ സമുദായം. തീയ സമുദായ കാവുകളിലെ രാഷ്ട്രീയ കടന്നുകയറ്റങ്ങൾക്കെതിരെയും തീയ സമുദായ ശ്മശാനങ്ങൾ പൊതുവൽക്കരിക്കുന്നതിനെതിരെയും തറവാട്ടുകാവുകൾ ബാഹ്യശക്തികൾ പിടിച്ചെടുക്കുന്നതിനെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തി തീയ ക്ഷേമസഭ മല്ലിയോട് മേഖലാ കമ്മിറ്റി തീയ മഹാസമ്മേളനം സംഘടിപ്പിച്ചു. ഉത്തരമലബാറിലെ തീയ സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ മഹാസമ്മേളനത്തിന്റെ ഭാഗമായി ആണ്ടാംകോവലിൽ നിന്ന് മഹാറാലി നടത്തി. തുടർന്ന് ഏഴിലോട് ചാമുണ്ടി ലളിതനഗറിൽ നടന്ന സമ്മേളനത്തിൽ വിവിധ കാവുകളിലെ ആചാര്യന്മാർ ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മത്യാരി അജയൻ അധ്യക്ഷനായിരുന്നു. പ്രഭാഷകരത്നം പയ്യാവൂർ മാധവൻ മാസ്റ്റർ, കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം UP സന്തോഷ് എന്നിവർ പ്രഭാഷണം നടത്തി. അടുത്ത കാലത്ത് എല്ലാവരും അംഗീകരിച്ച ചരിത്രത്തിൽ വടക്കൻ കേരളത്തിന്റെ ഒരു തീയ രാജവംശത്തിന്റെ കഥ വരുന്നുണ്ട്. മന്ദനാർ വംശത്തിന്റെ മന്ദനാർ മല എന്നൊരു മല ഇപ്പോഴും ഉണ്ട്. ഏരുവേശിയിലെ അരമന എന്ന് തന്നെയാണ്. നോക്കണേ, തീയർ വളരെ പിന്നോക്കം നിൽക്കുന്ന ജാതിക്കാരാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു പ്രഭു താമസിക്കുന്ന സ്ഥലത്തിന് അരമന എന്ന് അന്ന് തമ്പുരാക്കന്മാരും നമ്പ്യാന്മാരും വിളിച്ചത്? വേറെന്തെങ്കിലും വിളിക്കാമായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാഭവം നോക്കണം. 12ഓളം നമ്പ്യാന്മാരാണ് അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായിട്ട് നടന്നത് അവസാനത്തെ മന്ദനാർ കേളത്ത്. ഈ മന്ദനാരുടെ ചരിതം അടുത്ത കാലം വരെ ആദിവാസികളായ മാവിലരുടെ പാട്ടുകളിൽ, അടിയാരുടെ പാട്ടുകളിലൊക്കെയാണ് വന്നത്. അപ്പോ സവർണ മേധാവികൾ പറഞ്ഞ് അതെല്ലാം വിവരമില്ലാത്തവരെ പാട്ട്, അതിലൊന്നും കാര്യമില്ല. കാരണം ഇത് മുഴുവൻ കരക്കാട്ട് നായനാരുടെ ഭൂമിയാണ്. ഏരുവേശി, പാടിക്കുറ്റി, പയ്യാവൂര് 400 വർഷങ്ങളായി അവരാണ് കുന്നത്തൂരിന്റെ ആളുകൾ എന്നൊക്കെ. പക്ഷേ ഈ മന്ദനാരുടെ പാട്ട് മിഥ്യയല്ല എന്നും അതിലൊരു സത്യമുണ്ടെന്നും 1902 ഒരു റിസീറ്റാണ് തെളിയിച്ചത്. ഒരു കലക്ടറേറ്റ് ഇടിച്ചു പൊളിച്ചപ്പോ ഏരുവേശിയിലെ തീയരാജവംശത്തിന്റെ രാജാവ് കേളപ്പൻ മന്ദനാർ 30,000 ഏക്കറിലധികം ഭൂമിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന് നികുതി അടച്ച റിസീറ്റാണ് അവിടെ കിട്ടിയത് 1902. അപ്പൊ ഒരു 100-125 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഈ പയ്യാവൂരിന്റെയും കുന്നത്തൂരിന്റെയും അതുപോലെ തന്നെ പൈതൽ മലയുടെയൊക്കെ നികുതി അടക്കം വേറെ പണിയൊന്നുമില്ലേ കേളപ്പൻ മന്ദനാർക്ക്? അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ട ഭൂമി ആയതുകൊണ്ടല്ലേ നികുതി അടച്ചത് 30,000 ഏക്കറിൽ. അവസാനം ഈ 12 കാവൽക്കാർ നുച്ചാട് ദേവീക്ഷേത്രത്തിൽ നിന്ന് കയ്യും കണക്കും ഒപ്പിച്ച് മടങ്ങുന്ന മന്ദനാരെ കാട്ടിൽ വെച്ച് ചതിയിൽ കൊല്ലുകയാണ് ഉണ്ടായത്. ഇത് പാട്ടിലുമുണ്ട്, ചരിത്രത്തിലും വന്നിരിക്കുന്നത്. അന്ന് ഇത്രയും അധികം ഭൂമിയിൽ നിന്ന് കരം പിടിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് മറ്റൊരാളെ അന്വേഷിക്കേണ്ടി വന്നു. അപ്പൊ ഈ മന്ദനാർ വംശത്തിൽ പ്രാപ്തരില്ല എന്നുള്ളത് കൊണ്ട് ചുടലി സ്വരൂപത്തിൽ ഒരു നമ്പ്യാരെ കടമ്പേരിയിൽ നിന്ന് കൊണ്ടുവന്നു. അതാണ് കരക്കാട്ട് നൈനാർ. ഞാനിത് പല ദിക്കിലും പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഈ 400 വർഷമായിട്ട് ഈ കുന്നത്തൂരൊന്നും ഇവരുടെ കൈവശം ഉള്ളതല്ല. അതിപ്പോ അടുത്ത കാലത്ത് ഈ പൂപ്പറമ്പ് നാരായണന്റെ കൈവശം വരെ ഉണ്ടായിരുന്നു. അവിടെ വലിയ കുഴപ്പമൊക്കെ സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുന്നത്. 2000-ലധികം പോലീസുകാരെ നിർത്തിയിട്ട് അന്ന് ഈ പൂപ്പറമ്പ് നാരായണനെ കൊല്ലാനായിരുന്നു പരിപാടി. അപ്പൊ അദ്ദേഹത്തോട് സ്നേഹമുള്ള കുറച്ച് പോലീസുകാർ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് പോകണം. അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം തന്റെ വീട്ടിൽ വന്ന് മറ്റൊരു മുത്തപ്പന്റെ ക്ഷേത്രം പണി. വിനോദൻ തുരത്തി, VV വിജയൻ, കൃഷ്ണൻ കാവിനരികത്ത്, PV അനുരാഗ്, ഉമേശൻ കണിയങ്കണ്ടി, P പ്രദീപ് കുമാർ, ശുഭ മനോജ്, രവി കുളങ്ങര, T സന്തോഷ്,
വേണു മാണിയിൽ, ശാലിനി രത്നാകരൻ, കെ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേ മലബാറിലെ തീയ സമുദായത്തിൻ്റെ ചരിത്രപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആചാരപരമായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ മഹാസമ്മേളനത്തിൽ ചർച്ചകൾ നടന്നു.